പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്ന ഉറച്ച വിശ്വാസത്തോടെ ആ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മൾ ഈ സമയം വിനിയോഗിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. 5 അപ്പവും 2 മത്സ്യവും ദൈവം ഈശോ തന്നെ സുവിശേഷം കേൾക്കാൻ വേണ്ടി വന്ന ജനത്തിന് അവരുടെ വിശപ്പടക്കാൻ വേണ്ടി, മാനുഷികമായ വിശപ്പടക്കാൻ വേണ്ടി ഈശോ അവരുടെ മുന്നിൽ ഒരത്ഭുതം ചെയ്യുന്നതാണ്. ആ തിരുവചന ഭാഗത്ത് 8-ാമത്തെയും 9-ാമത്തെയും തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്ര പേർക്ക് അതെന്തുണ്ട്? ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ദൈവം എന്തെല്ലാം രീതിയിൽ നിങ്ങളെ ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ദൈവം തന്ന ആ അനുഗ്രഹങ്ങൾ മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെ ആ ശിശു തൻ്റെ നിഷ്കളങ്കത കൊണ്ട്, ആ കുട്ടി അവൻ്റെ മാതാപിതാക്കൾ അവന് കഴിക്കുവാൻ വേണ്ടി കൊടുത്ത 5 ബാർലിയപ്പവും 2 മീനും യാതൊരു സങ്കോചവും കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുവാൻ ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കുക. ആ ഈശോ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചെന്ന്, ആ ഈശോ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന അപ്പം ഉപയോഗിച്ചാണ് ഈ 5000 പേരെ തീറ്റിപ്പോറ്റിയതെന്ന് ആ കുട്ടിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എത്ര സാക്ഷ്യങ്ങളുണ്ട്? നിങ്ങൾ ആഹാരം കൊടുക്കുന്ന വ്യക്തിയാകാം, ഹോട്ടലുകൾ നടത്തുന്ന വ്യക്തിയാകാം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരാൾക്ക് തൻ്റെ ഭക്ഷണം കൊടുത്തിട്ട്, ഈ ഭക്ഷണം കൊടുക്കുവാൻ എൻ്റെ ഈശോയാണ് എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരനാകാം. നിങ്ങളുടെ അടുക്കൽ വരുന്ന വളരെ പാവങ്ങളായ വ്യക്തികളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ട്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ നാഥനും രക്ഷകനുമായ ഈശോ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങളെ ഞാൻ സഹായിക്കുന്നത് എന്ന്
പറയുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സുഖവും സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ദൈവം തന്നു. വഴിയിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങളുടെ യാത്രയിൽ കൂട്ടി ഈശോ എനിക്ക് തന്ന വാഹനമാണ്, അത് നിങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ ഞാൻ തന്നു, ആ ഈശോയുടെ ആഗ്രഹപ്രകാരം എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോ വ്യക്തികൾക്കും എന്തെല്ലാം കഴിവുകളാണ്, അനുഗ്രഹങ്ങളാണ് ഈശോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ കഴിവുകൾ, അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഈശോയെ പ്രതി ഉള്ള, എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ നിങ്ങൾക്കിത് ചെയ്യുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്കത് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ തേടി അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ അവിടെ സാക്ഷ്യപ്പെടുത്തിയത് ജീവനുള്ള കർത്താവിനെയാണ്. ലോകത്തിൻ്റെ മുന്നിൽ ആരെല്ലാം എന്നെ സാക്ഷ്യപ്പെടുത്തുന്നോ അവനെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും എന്ന് നമ്മളോട് വചനത്തിലൂടെ ഈശോ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ മുന്നിൽ യേശുവാണ് എനിക്കിത് ചെയ്തു തന്നതെന്ന് പറഞ്ഞ് ഒരാളെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ ഈശോ വീണ്ടും അനുഗ്രഹിക്കും. നനഞ്ഞു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ കുടയ്ക്കകത്ത് കയറ്റുമ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ മഹത്വം കൊടുക്കുന്നത് ഈശോയ്ക്കാണ്. യാത്ര ചെയ്യാൻ കയ്യിൽ പൈസയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുമ്പോൾ എൻ്റെ ഈശോയെ പ്രതിയാണ് ഞാനിത് ചെയ്യുന്നത്, എൻ്റെ ഈശോയോടുള്ള സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ മഹത്വപ്പെടുന്നത് ഈശോയാണ്. നമ്മുടെ ആകുലതകളും പരിഭവങ്ങളും എല്ലാം എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഈ നിമിഷം മാറ്റിവെക്കാം. ആ കൊച്ചുകുട്ടി ചെയ്തതുപോലെ അവൻ്റെ വിശപ്പിന് മുൻതൂക്കം കൊടുക്കാതെ ഈശോ ആവശ്യപ്പെട്ടത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൻ തൻ്റെ കയ്യിലിരുന്ന 5 ബാർലിയപ്പവും 2 മീനും സന്തോഷത്തോടെ ഈശോയ്ക്ക് കൊടുക്കുവാൻ അവൻ മനസ്സ് കാണിച്ചതുപോലെ നമ്മൾക്കും നമ്മുടെ ചെറിയ ചെറിയ ഓരോ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ഈശോയ്ക്കും സന്തോഷം തരും. നിങ്ങൾ ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗം നിങ്ങളെ മഹത്വപ്പെടുത്തും. നിങ്ങൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ഒരു ചായ മേടിച്ചു കൊടുക്കുമ്പോൾ, എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഈശോയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വർഗം നിങ്ങളെ മഹത്വപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈശോ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ പ്രതി, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ ദിവസവും, മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നമുക്ക് നന്മകൾ ചെയ്ത്
പങ്കുവയ്ക്കപ്പെട്ട് ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൂടി കൊടുത്തുകൊണ്ട് സാക്ഷികളായി മാറിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.